ACL റീകൺസ്ട്രക്ഷൻ സർജറിക്ക് ശേഷം നിനക്കൊരു നടുവേദന ഉണ്ടെങ്കിൽ നീ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യത്തെ 4 ആഴ്ച ടൈം പീരീഡിൽ കഴിയുന്നതും നേരം നീ ബെഡിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതിൽ ഈ കാരണം കൊണ്ട് തന്നെ നടുവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ ടച്ച് വെയിറ്റ് ബിയറിംഗിലും അതുപോലെ തന്നെ നീ ബ്രേസ് ഇട്ടുകൊണ്ട് മുട്ട് മടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കോമ്പൻസേറ്റ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് പെൽവിക് മൂവ്മെന്റ്സ് ഒക്കെ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ടും ഇവിടെയും നടുവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നടുവേദന ഉണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ലിഗമെന്റ് ഇഞ്ചുറിയുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ കാൽമുട്ടിലുള്ള ഇഞ്ചുറിയുടെ ഒപ്പം തന്നെ നിങ്ങളും നടുവേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റും കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ നടുവേദനയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താലും കുറയത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നടുവേദന ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്ന് മനസ്സിലാവണം. ACL റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്ത നിനക്ക് നടുവേദന ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞ മെക്കാനിസം കൊണ്ടാണെങ്കിൽ ഇതിൽ നിന്ന് റിക്കവർ ആവുന്ന ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടും ഈ നടുവേദനയ്ക്ക് മാറ്റങ്ങൾ വരണം. ഇല്ലെങ്കിൽ അതൊരു പക്ഷേ ലെംബാർ ഇഷ്യൂസ് കാരണം വരുന്ന നടുവേദനയാവാം. അതല്ലെങ്കിൽ കാലിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള മസിൽസിൽ വരുന്ന ടൈറ്റ്നെസ് കാരണം പെൽവിക് മൂവ്മെൻറ്റ് കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന നടുവേദനയാകാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടുവേദന ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, സർജറി കഴിഞ്ഞതുകൊണ്ട് വരുന്ന നടുവേദന എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം. തുടക്കത്തിലെ സ്റ്റേജിൽ സർജറി ചെയ്ത ലെഗിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നടുവേദന കുറയ്ക്കാനായിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങൾ വേണമെന്ന് ഇനിയും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ സാധിക്കും.